ഹലോ ഫ്രണ്ട്സ്, CBSE ക്ലാസ് 12 ബോർഡ് എക്സാം റിസൾട്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഇന്നലെ ആയിരുന്നു നമ്മുടെ CBSE ക്ലാസ് 12 ബോർഡ് എക്സാം റിസൾട്ട് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അറിഞ്ഞാണ്. എനിക്കും നല്ല റിസൾട്ട് കിട്ടി. അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു. അതിനെയൊക്കെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസൾട്ടിനെ കുറിച്ച് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, അതിൻ്റെ എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ CBSE 2026 ഈ വർഷം നമ്മുടെ ഇവാലുവേഷന് വേണ്ടിയിട്ട് പുതിയൊരു മെത്തേഡ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ CBSE ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് 3 വലിയ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തു ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴും. ഒന്നാമത്തെ കാര്യം, അവർ ടെക്നിക്കൽ ആസ്പെക്ട്സ് അഥവാ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവരൊന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇനിഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസങ്ങൾ ഈ ചെക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ കുറേ ന്യൂസുകൾ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ സെർവറുകൾ ക്രാഷായി, കുറേ വെബ്സൈറ്റ് കുറേ ഇടത്ത് ക്രാഷായി. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല, അഥവാ അവർ ചെക്ക് ചെയ്ത പേപ്പേഴ്സ് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല ടീച്ചേഴ്സിന്. അപ്പം അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഗ്ലിച്ചസ്. അതേപോലെ തന്നെ സ്കാൻ ചെയ്ത ഫോട്ടോസ് ബ്ലറായിട്ടിരുന്നു. ചില ഫോട്ടോസൊക്കെ അങ്ങനെ ബ്ലറായിട്ടിരുന്നു. ചിലവർ എഴുതിയത് ക്ലിയർ അല്ല, ചിലവർ ബ്ലാങ്ക് ആയിട്ടിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ആദ്യ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അത് CBSE ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചേഴ്സിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ ഈ ഒരു OSM അവർ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അനൗൺസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയത്താണ്, അഥവാ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെയാണ്. അപ്പം അവർ അവകാശപ്പെട്ടത് ടീച്ചേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ടായിരിക്കും അവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് അവർ അവകാശപ്പെട്ട കാര്യം. പക്ഷേ ട്രെയിനിങ് കുറച്ച് ദിവസത്തിൽ എന്തോ ട്രെയിനിങ് കൊടുത്തിട്ട് പിന്നെ അവർക്ക് അതൊരു കംഫർട്ടബിൾ ആയിരിക്കത്തില്ല അവർക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത്. കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, അവർ സാധാരണഗതിയിൽ ഒരു പേപ്പർ ചെക്ക് ചെയ്യുന്നതിനെക്കാട്ടി 2-3 ഇരട്ടി സമയമാണ് അവർക്ക് ഒരു പേപ്പർ OSM കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ എടുക്കുന്നത്. അപ്പോൾ അവർ കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്, കുറേ അവർ മെൻ്റലി ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറേ പേരുടെ മാർക്സിലും വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിന് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തില്ല. ഇപ്പം കുറേ പേരുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് എന്തായാലും ടോട്ടലി പറഞ്ഞു, അത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും ആഫ്റ്റർ ഓൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നൊരു പേപ്പറല്ല, കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ളൊരു സംഭവമാണ്. അപ്പം ഹാൻഡ് റൈറ്റിംഗ്, ഡയഗ്രാംസ്, ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസില് അതുപോലത്തെ കാര്യങ്ങൾ വരെ അവിടെ നല്ല മാറ്റർ ചെയ്യും. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മൾ 10ാം ക്ലാസ്സിൽ എഴുതിയത് അതുപോലെയാണ് ഞാൻ അങ്ങനെ 12ാം ക്ലാസ്സിൽ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ CBSE ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു OSM വളരെ സക്സസ്ഫുള്ളായി തീർന്നേനെ. പക്ഷേ ഇതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട്, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ നെറ്റ് റിസൾട്ട് ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ തുറന്ന് നോക്കിയാൽ കാണാം. കുറേ കുട്ടികൾ പറയുക അവർക്ക് എക്സ്പെക്ട് ചെയ്ത മാർക്കുകൾ ഒന്നും കിട്ടിയില്ല. അവർ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത സബ്ജക്ട്സിനൊക്കെ വളരെ കുറച്ച് മാർക്കാണ് കിട്ടിയത്. ഭയങ്കര അൺഫെയർ ചെക്കിംഗ് ആയിരുന്നു, ഒട്ടും നല്ല ചെക്കിംഗ് അല്ലായിരുന്നു. കുറേ വീഡിയോസ് നമുക്ക് കാണാം, ടീച്ചേഴ്സ് കുറേ മെൻറ്റോഴ്സ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് കാണാം. കുറേ കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കാണാം. ഈവൻ ആൻഡ് ദ സാഡസ്റ്റ് പാർട്ട് ഇസ്, ഇന്ന് നമ്മുടെ കേരളത്തിൽ കൊല്ലത്താണെന്ന് തോന്നുന്നു ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരു കേസ് ഞാൻ കണ്ടായിരുന്നു യൂട്യൂബിൽ. പക്ഷെ അത് കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുട്ടികൾ ഇങ്ങനത്തെ ഒരു ഡിസിഷനും കൂടെ എടുത്തു കഴിയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ തെറ്റാരുടെ ഭാഗത്താണ്? പാരൻസ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരിക്കലും കുട്ടികളുടെ ഭാഗത്ത് ഇവിടെ തെറ്റെന്ന് കംപ്ലീറ്റ്ലി കുട്ടികളെ ഒരിക്കലും തള്ളി പറയാൻ പറ്റത്തില്ല. കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല അവരുടെ ഭാഗത്താണ് തെറ്റ്, നിങ്ങൾ എഴുതാത്തോണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്തെന്നുള്ള. കാരണം എനിക്ക് അനുഭവമുണ്ട്, എൻ്റെ പാരൻസ് വരെ കൺവിൻസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ എത്രയോ കുട്ടികൾ നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് കിട്ടേണ്ട മാർക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് മാത്രം നല്ല ഒരു 10 മാർക്കിൻ്റെ ഇങ്ങനെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതൊഴിച്ചാൽ ബാക്കി എല്ലാത്തിനും നല്ല എന്താണോ എക്സ്പെക്ട് ചെയ്തത്, എന്താണോ ഞാൻ എഴുതിയത്, അങ്ങനെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേറെ കുറേ കുട്ടികളുണ്ട്, അവർ സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ മാർക്ക് കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിപ്പോയി, ഇങ്ങനെ കുറയുമെന്നുള്ളത്. അപ്പോഴാണ് ഇതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായത്. മേ ബി ടെക്നിക്കൽ ഗ്ലിച്ചസ് കാരണമായിരിക്കാം ഇങ്ങനെ ഒരു പുതിയൊരു സംഭവം തുടങ്ങുമ്പോൾ പൊതുവെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പം പാരൻസ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കുട്ടികൾ ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഇംഗ്ലീഷിന് നല്ല
മാർക്ക് ഡൗൺ ആയി പോയിട്ടുണ്ട് എക്സ്പെക്ട് ചെയ്തതിനെ കാട്ടി. അപ്പോൾ ഞാൻ അത് പാരൻസിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ അത് പറഞ്ഞു, ഞാൻ നല്ല രീതിയിൽ എഴുതിയതാണ്, എനിക്കറിയത്തില്ല ഇങ്ങനെ എന്തുകൊണ്ട് വന്നതെന്നുള്ളത്. അപ്പം കുട്ടികൾ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചിലവർ പറയുന്നുണ്ട് എത്രയോ എക്സ്പെക്ട് ചെയ്ത കുട്ടികൾക്ക് നല്ല മാർക്ക് കുറഞ്ഞ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇരട്ടി എഫേർട്ട് ഇടുന്ന കുട്ടിയും കാണും. അതേപോലെ അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവ് എഫേർട്ട് ഇടുന്ന കുട്ടികളും കാണും. ഇപ്പം അവർ രണ്ടുപേരും ഏകദേശം ഒരേ റേഞ്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും. എന്നും പറഞ്ഞ് നല്ല മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട് ഇപ്പം. അങ്ങനെയല്ല, ഇത് മെയിൻലി സയൻസ് സ്ട്രീമിന് വന്നൊരു പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹ്യൂമാനിറ്റീസിനൊക്കെ നല്ല മാർക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഇവിടെ അടുത്ത്, എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ, പാരൻസ് കുട്ടികളെ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. ഇപ്പം എനിക്ക് കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം ഞാനും അങ്ങനെ തന്നെ ഒരു കുട്ടിയാണ്. പിന്നെ ലാസ്റ്റ് എൻ്റെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 85% ആണ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ കയറാനായിരുന്നു ഞാൻ ഇരുന്നത്. എനിക്ക് സൈക്കോളജി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ 85% വെച്ചിട്ട് ഇപ്പോൾ സൈക്കോളജി കേരള യൂണിവേഴ്സിറ്റിയിൽ നോക്കി, ഒന്നാമത്തെ കാര്യം ട്രിവാൻഡ്രത്ത് സൈക്കോളജി കുറവാണ്. കേരള യൂണിവേഴ്സിറ്റി അണ്ടറിൽ സീറ്റൊക്കെ വളരെ കുറവാണ്. അപ്പം നല്ല കോമ്പറ്റീഷനും കാണും. പക്ഷേ എങ്കിലും എന്താണ് അങ്ങനെ നമുക്കിപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു മനുഷ്യന് ഒന്നില്ലെങ്കിൽ അടുത്തത്, ഒരു മനുഷ്യന് എന്ത് വേണോ ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. അപ്പം ഒന്നില്ലെങ്കിൽ അടുത്തത്, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ വിചാരിക്കുക. പിന്നെ CBSE ചെയ്തത് ഈ ഒരു 3 മിസ്റ്റേക്ക് കാരണം കുറച്ചെന്ന് പറയുന്നില്ല, കുറച്ച് കൂടുതൽ കുട്ടികളുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ തകർന്നു പോയി. അവർ മെൻ്റലി ഡൗൺ ആയി. ഇനിയെങ്കിലും CBSE ഏതെങ്കിലും ടീച്ചർ, CBSE കാണണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഏതെങ്കിലും ടീച്ചറൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തു ചാടി നമ്മളൊരു ഡിസിഷൻ, ഒരു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കുക, ഒന്ന് മനസ്സിലാക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എങ്ങനെയാണത് എഫക്റ്റ് ആവാൻ പോകുന്നത്, അതൊക്കെ ഒന്ന് ചിന്തിച്ചും കണ്ടും തീരുമാനങ്ങൾ എടുക്കുക. അതിപ്പോൾ CBSE മാത്രമല്ല, ഒരാളുടെ ജീവിതത്തിലും അത് ബാധകമാണ്. ഇപ്പോൾ സൂയിസൈഡ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ അതുപോലെ നമ്മൾ ഒന്ന് ചിന്തിക്കുക, CBSE പോലെ ആവരുത്, നമ്മുടെ ജീവിതം നല്ലപോലെ ജീവിക്കുക, ഡിസൈഡ് ചെയ്യുക, ഡിസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒന്ന് പോയാൽ അടുത്തത്, അല്ലാതെ CBSE ചെയ്ത പോലെ പെട്ടെന്ന് ഒന്നും ചിന്തിക്കാതെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് കുറേ കുട്ടികളെ വിഷമിപ്പിച്ച ആ ഒരു പ്രവൃത്തി നിങ്ങളോട് തന്നെ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ പാരൻസിനോട് ചെയ്യാതിരിക്കുക. പിന്നെ പാരൻസ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാത്രമല്ല മിസ്റ്റേക്ക്. കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടൂല എന്നുള്ള ഒരു ക്ലീഷേ ഡയലോഗ് പഠിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ടീച്ചേഴ്സ് ഇവാലുവേറ്റേഴ്സിനെ കുറ്റം പറയുന്ന കുറേ പേരുണ്ട്. അവരും മെൻ്റലി ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അവരുടെ ഒരു അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അവരും കുറ്റം പറയാൻ ഒരിക്കലും പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ. എനിവേയ്സ് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.